ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ആനന്ദ വീഡിയോ. സോ ഗൈസ്, ഇന്നാണുള്ള കോഴിക്കോട് ബീച്ചിൽ തന്നെ. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് 100 രൂപ ചേഞ്ച് വേണം. അതേപോലെ 10 എന്ന സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല ഇതിൽ. പക്ഷേ 10 സാധനം കൂടി വേണം. മനസ്സിലായിരിക്കുന്നത് മനസ്സിലായി വീട്ടിൽ നോക്കോ, വീട് നോക്കി മനസ്സിലായിക്കോ. സോ ഗൈസ്, നിങ്ങൾക്ക് അറിയാം, കമൻറ്റ് ചെയ്ത് സെറ്റല്ലേ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ആൻസറിന് 100 രൂപീസ് തരും. സിമ്പിൾ ആയിരിക്കും, മാത്സ് ആയിരിക്കും. കണ്ടിനല്ലേ മാത്സ് സിമ്പിള്. ഫസ്റ്റ് കേക്ക് പുളിയെന്നല്ലേ ഒക്കെ അറിയാം, കണ്ടോ തോന്നി. ഓക്കെ, നമുക്ക് 100 ചേഞ്ച് വേണം. പക്ഷേ 10 സംഖ്യ യൂസ് ആക്കാൻ പാടില്ല. 10 സാധനം വേണം. മനസ്സിലായോ? 100-ന് 10 നോട്ടാണ്, 10 രൂപ 10 നോട്ടാണ് 100 രൂപ. 10 രൂപ 10 നോട്ട് 100 രൂപ. അല്ലേ? അപ്പോൾ 10 യൂസ് ചെയ്യാൻ പാടില്ല. 10 സാധനം വേണം. നോട്ട് യൂസ് ചെയ്യുന്നില്ല പറഞ്ഞു, കോയിനൊക്കെ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? സംഖ്യ യൂസ് ചെയ്യാതെ 20-ന്റെ 5 20-ന്റെ 5 ആകുമ്പോൾ 5 നമുക്ക് 10 സാധനം വേണം. എനിക്കറിയില്ല, ചിന്തിച്ചോക്ക്, ബുദ്ധിയിലേക്ക്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എനിക്ക് നല്ല മനസ്സിലല്ലേ? നീ പുലിയാങ്ങനെ പറഞ്ഞത് പറഞ്ഞാണ്, ഇങ്ങനെ പറയല്ലേ. ഞാൻ ആക്കി കൊടുക്കും. 10-ന്റെ സാധനം 10-ന് 10 ആക്കണം. 100-ന് 10 അല്ലേ? 10 സാധനം ആക്കണം. പക്ഷെ 10-ന്റെ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. നോട്ട് യൂസ് ചെയ്യണം, സംഖ്യ യൂസ് ചെയ്ത്. ഭയങ്കരാണല്ലോ. തോറ്റ് എങ്ങനെയാന്ന് പറ. അത് നമ്മൾ യൂട്യൂബ് ചാനൽ എടുത്തായിരിക്കും കാണണം. ഓക്കെ, ഐശ്ചാക്കണ്ട ഇത് തന്നെ. എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ? അവർക്ക് 100 രൂപ. ഇന്ന് ഇൻസ്റ്റയിൽ കണ്ടോ? നീ പറഞ്ഞു ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഐഡിയ എന്താ? അപ്പോൾ ഇതൊരു കണ്ടിട്ടല്ലേ ചാനൽ പോട്ട് ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, ചോദിക്കുന്നത് ആൻസറിന് 100 രൂപീസ് തരും. ഓക്കെ, സിമ്പിളാന്ന്, ചിന്തിച്ചാൽ മാത്രം മതി. കുസൃതി എനിക്ക് കണക്കുന്ന തന്നെ, കുസൃതി തന്നെ കണക്കുന്ന തന്നെ. ഓക്കെ, നമുക്ക് 100-ന് ചേഞ്ച് വേണം. 10 സാധനം കൂടി വേണം. മീൻസ് 10 നോട്ടായിട്ട് അല്ലെങ്കിൽ 10 ഇതായിട്ട് വേണം. പക്ഷെ 10-ന് സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല അതിൽ. സിമ്പിൾ അല്ലേ? ചിന്തിച്ചോക്ക്. 1 രൂപ 2 രൂപ എത്ര നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ 10 രൂപ മാത്രം എടുക്കാൻ പാടില്ല. 100-ന് ചേഞ്ച് വേണം. 10 സംഖ്യ വേണം. മെയിൻ 10 സാധനം വേണം. മനസ്സിലായല്ലേ? ഓക്കെ സാർ, നിൽക്ക്. എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് മോർ 100 രൂപീസ്. ഇല്ലല്ലേ? ഓക്കെ സാറിലെ പോട്ട്. നമുക്ക് 100-ന് ചേഞ്ച് വേണം. 100 രൂപക്ക് ചേഞ്ച് വേണം. പക്ഷേ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. 10 സാധനം വേണം. മനസ്സിലായോ? 1 രൂപ 2 രൂപ 20 രൂപ 30 രൂപ നിങ്ങൾക്ക് എത്ര എടുക്കാം. 10 രൂപ മാത്രം യൂസ് ചെയ്യാൻ പാടില്ല അതിൽ. അങ്ങനെ വേണം. അപ്പോൾ എങ്ങനെ തരും? 100 രൂപക്ക് ചേഞ്ച് വേണം. 10 സംഖ്യ കൂട്ടാൻ പാടില്ല. 10 സാധനം വേണം. മീൻസ് 1 രൂപ 2 രൂപ 100 രൂപ വേണം ടോട്ടല്. പക്ഷെ 10 സംഖ്യ തരാൻ പാടില്ല നിങ്ങൾക്ക്. മനസ്സിലാവില്ല. ഗൈസ്, നിങ്ങൾ സാറോടെ വൺസ് മോർ ഐ വിൽ എക്സ്പ്ലെയിൻ യു. ഓക്കെ, കണ്ണ കിട്ടോ? കണ്ണ വേണോ? എന്നാൽ ബുദ്ധി വരൂ. ഓക്കെ, കണ്ണ കിട്ടും, ബുദ്ധി തരണോ നമുക്ക്? ഓക്കെ, സ്ലോ മോഷൻ ഇട്ടരണോ? വേണ്ടല്ലേ? ഓക്കെ, സിമ്പിളാണ്. നമുക്ക് 100 രൂപക്ക് ചേഞ്ച് വേണം. പക്ഷെ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. മീൻസ് 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര വേണം യൂസ് ചെയ്യാം. പക്ഷെ 10 സാധനം വേണം. ഇപ്പൊ 100 രൂപന്റെ 10 നോട്ടാന്ന്, അല്ല 10-ന്റെ 10 നോട്ടാന്ന് 100 രൂപ അല്ലേ? അതേപോലെ വേണം. പക്ഷെ 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലേ? ഇത്ര ടൈം ഞാൻ ഈ അരമണിക്കൂറുള്ള 20 മിനിറ്റ് സംസാരിച്ചത്. എടാ 10 സാധനം വേണം. 52 രൂപ 2 ലൈറ്റോ. യൂസ് ചെയ്യാലും കിട്ടിയില്ല. അങ്ങനെ യൂസ് ചെയ്താലേ മനസ്സിലായോ? ബുദ്ധിനെ മാത്രമേ കാൽക്കുലേറ്റർ അടിക്കാൻ പറ്റൂ. എടാ 100 രൂപ കൂടെ കാൽക്കുലേറ്റർ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കണ്ണു നിന്നാ മതിയാ. ബുദ്ധി ചിന്തിക്ക്. 10 സാധനം. ചില്ലറൊക്കെ ഉപയോഗിക്കാം. ചില്ലറൊക്കെ എന്ത് യൂസ് ചെയ്യാം? പൈസ മതി. 2 5 4 10 ഉപയോഗിച്ചാൽ പോരെ? അല്ല, 20-ന്റെ 3 എണ്ണം അല്ല, 20-ന്റെ 4 എണ്ണം. 2 5 20-ന്റെ 4 2 5 ആകുമ്പോൾ എത്രയും 100. 10 സാധനം വേണടാ. 10 രണ്ടെണ്ണമായിട്ടല്ലേ ഉള്ളൂ. പറഞ്ഞുതരാം. 5-ന്റെ 2 എണ്ണം. 2 5 2 20 അപ്പോൾ 50 പിന്നെ 1-ന്റെ 10 എണ്ണം. 1 രൂപ 10 1 രൂപ. എടാ 10 യൂസ് ചെയ്യാൻ പാടുള്ളൂ. എത്ര യൂസ് ചെയ്ത് പോകുന്നത്? മനസ്സിലായില്ല. അങ്ങനെ 10 സാധനം ഇത്ര ടൈം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. 10 രൂപ ഉപയോഗിക്കാൻ പറ്റില്ല. തോറ്റ 1 രൂപ 10 1 രൂപ അങ്ങനെ ഞാൻ പറഞ്ഞത്. 10 സാധനം ഉപയോഗിക്കാം. 10 സാധനം അങ്ങനെ പാടുള്ളൂ. ഞാൻ പറഞ്ഞുതരാം.
നിനക്ക് ആദ്യ കത്തിന് 250 നീ അതില് പറഞ്ഞു അല്ല അത് രണ്ട് സാധനല്ലേ ഗായ്സ് എടാ കോഴിക്കോട്ടെ നാട്ടിക്കല്ല ഇല്ലെങ്കിൽ ഇല്ലാണ്ട് പോ ലിവിൻ പറഞ്ഞിട്ടെങ്കിൽ നീ ഇങ്ങോട്ട് പൈസ തരണം ഓക്കെ ഞാൻ താമസം പൈസ ഉണ്ടോ 5ന്റെ 2 ഓക്കെ 15ന്റെ 2 15 കോയിൻ ഇറങ്ങിയാ ഇല്ല കോയിൻ ഇല്ലല്ലേ കോയിൻ ഇട്ടില്ലല്ലേ 20ന്റെ 2 22 4 സാധനം പറയും 50 രൂപ പിന്നെ 5ന്റെ 2 അപ്പൊ അതിലഞ്ച് ഓക്കെ 8 സാധനം 6 സാധനം ഇല്ലല്ലോ ഓക്കെ ലീവ് ഇറ്റ് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഐ വിൽ ഗിവ് 100 rupees നമ്മളിപ്പോ ഫോളോ നോക്കി മറന്നു വീഡിയോ ഒക്കെ കാണല്ലോ പക്ഷേ സബ്സ്ക്രൈബ് കിട്ടല്ലേ സാറിലെ പോട്ട് അപ്പോൾ എൻ്റെ വീഡിയോ വരും കാണാം സെറ്റാക്കി ഇനി ആൻസർ യൂട്യൂബ് ചാനൽ വരും നീ നോക്കണം ഓക്കെ നീ എന്തായാലും നോക്കണം ഓക്കെ സിമ്പിളാണ് പഠിക്കുന്ന ടെൻഷൻ അടിക്കണം വേണ്ട ഓക്കെ അത് 100 ചേഞ്ച് വേണം പക്ഷെ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല 10 സാധനം വേണം മീൻസ് 10 പൈസ വേണം മീൻസ് 1 രൂപ ആയിട്ട് ഇങ്ങനെയല്ലേ 20 രൂപ 30 രൂപ ആയിട്ട് എനിക്ക് എത്ര പൈസ വേണം യൂസ് ചെയ്യാം പക്ഷെ 10-നുള്ളിൽ തീരണം മനസ്സിലായോ ഞാൻ ഇവനെ ചെയ്തു ഒരു 100 നോട്ട് ഇടുന്നാൽ 10 നോട്ടായിട്ട് 100 റൈറ്റ് അതേപോലെ പക്ഷേ 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് 10 സാധനം വേണം മനസ്സിലായല്ലേ സമാധാനം ഇനി പറയും 100 രൂപ ചേഞ്ച് വേണം 10 സാധനം വേണം 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല മനസ്സിലായല്ലേ സമാധാനം ബുദ്ധിയില്ലേ യു ക്യാൻ 10 സാധനം വേണം 100 രൂപയ്ക്ക് 10 സാധനം 5 രൂപന്റെ 5 സാധനം ടോട്ടൽ 10 മതി പക്ഷെ 100 ലാസ്റ്റ് വരണം ടോട്ടൽ നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാൽ സമയമ്പോൾ 100 വരും 10 സാധനം യൂസ് ചെയ്യണം പക്ഷെ അവിടെ 100 രൂപ ഇട്ടണം 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല 25 രൂപക്ക് 5ന്റെ 5 സാധനം എടുത്തിട്ട് ബാക്കി 75 രൂപ സാധനം എടുത്തൂടെ തോന്നുന്നു മനസ്സിലായോ മനസ്സിലായി. അവസാനം 5 രൂപന്റെ ചേഞ്ചാന്ന് വേണ്ടേ 5 രൂപക്ക് കൊണ്ട വേണ്ട കാര്യമില്ല ചേഞ്ച് വേണ്ടേ ചേഞ്ച് വേണ്ട ചേഞ്ച് വേണം എനിക്ക് 100 രൂപ ചേഞ്ച് വേണം അത് തരണം പക്ഷെ 10 രൂപ ഉണ്ടോ സമാധാനം പക്ഷെ 10 സാധനം വേണം നമുക്ക് മനസ്സിലായോ 10 രൂപ യൂസ് ചെയ്യാൻ വെച്ചാൽ 10 എണ്ണം വേണോ 10 എണ്ണം വേണം 10 നോട്ട് വേണം മീൻസ് 10 നോട്ടായിട്ട് പോയിനാട്ട് എന്തായി പക്ഷെ നോട്ട് 10 എണ്ണം വേണം പക്ഷെ 10 രൂപ ചെയ്യാൻ പാടില്ല സിമ്പിൾ അല്ലേ ചാനലിലെ പോട്ട് ബുദ്ധിയില്ലാത്ത എന്താക്കാം ഇപ്പോൾ ലീവ് ഇറ്റ് അപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് 100 rupees ഇൻസ്റ്റാ യൂട്യൂബ് ഇല്ല ചാനലിലെ പോട്ട് ഓക്കെ ആൻസർ എന്താ അങ്ക് 100 രൂപക്ക് ചേഞ്ച് വേണം പക്ഷെ 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ 10 സാധനം വേണം മനസ്സിലായോ 10ന്റെ 10 നോട്ടാണ് 100 രൂപ അല്ലേ റൈറ്റ് പക്ഷെ അതിൽ 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് 10 സാധനം വേണം സിമ്പിൾ അല്ലേ എങ്ങനെ സാധനത്തിന്റെ പേരാ പൈസ വേണം 10 പൈസ വേണം 10 പൈസ ഇതൊരു പൈസ അല്ലേ അതുപോലെ 10 പൈസ വേണം പക്ഷെ 100 ആണ് ലാസ്റ്റ് എൻ്റെ ഓക്കെ പറഞ്ഞു കൊടുക്കടാ 320 ആകുമ്പോ 320 ആകുമ്പോ 60 ഇപ്പോൾ 5ന്റെ പറയ് 150 എടുത്തു അപ്പോൾ എത്ര പൈസ 110 രൂപ ഒരു പൈസ 1 പൈസ 150 എന്നാന്ന് വെച്ചാല് 150 ബാക്കി പറയ് വിളിച്ചു വരുത്തിട്ട് നീ വിളിച്ചാ ഞാൻ കണ്ടെടുക്കാം ഓക്കെ തോറ്റല്ലേ ബുദ്ധിയിലാ മനസ്സിലാക്കി തോറ്റില്ല നീ നാളെ രാവിലെ നിൽക്കും കറക്റ്റല്ലേ രാവിലെ നിർത്തിക്കില്ല നീ ഇല്ല ഓക്കെ ചിന്തിക്കടാ ചിന്തിക്കുന്നവനാ യൂട്യൂബിലിടാനാ സിനിമല്ല ഇത് അക്ക് യൂട്യൂബിലൂടെ കണ്ടന്റ് ഇടാനാന്ന് നീ കാണലുണ്ട് നീ ഫോളോ ആക്കിനാ കാണിച്ചേ നീ കാണിച്ചേ ഇപ്പൊ 100 പേര് ഫോളോ ചെയ്യുന്നു അള്ളാണ് 100 പേരാണ് കാണിച്ച് ഇപ്പൊ 100 പേരാണ് ഓക്കെ സാറിനെ പോട്ടെ ഫോളോ ഇല്ല ഇല്ല ഫോളോ ചെയ്തി നീ ഫോളോ ചെയ്തിനാ 100 rupees
അവിടെ കാരണം മേടിക്കടാ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോ വരുന്നു ആൻസർ യൂട്യൂബ് ചാനൽ വരും. നീ അങ്ങനെ നോക്കിയാട്ടാ, നീ തിരിച്ചിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ആൻസർ 100 രൂപ വരും. സിമ്പിൾ ആയിരിക്കും, ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് 100 രൂപ ചേഞ്ച് വേണം. പക്ഷെ 10 രൂപ കൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആ, ഇതൊരു പൈസ അല്ലേ? ഇതുപോലെ 10 പൈസ നമുക്ക് വേണം. നോട്ടാ കോയിൻ എന്തോ ആട്ടെ, നമുക്ക് 10 സാധനം വേണം. മനസ്സിലായല്ലേ? പറഞ്ഞു എങ്ങനെ തരും? അല്ല, നോട്ട് യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ലേ പറഞ്ഞേ? 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല ഉള്ളൂ. നോട്ട് ചെയ്യാൻ കോയിൻ യൂസ് ചെയ്യാം. 10 രൂപ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലേ? ആ, സമാധാനം. അപ്പൊ ബാക്കി 20, 40, 60, 80. ബാക്കി 2 5-ന്റെ എടുത്താൽ മതി. അപ്പൊ 10 ആയില്ലല്ലോ, 8 അല്ലേ? 4 5-ന്റെ നോട്ട് വെച്ചാൽ പോരെ? അതന്നെ, 10 സാധനം വേണം. അത് 8 അല്ലേ? 10 വേണം. അത് 10 വേണം. 20. ഓ ചേട്ടാ, കണക്കിൽ ഞങ്ങൾ ഭയങ്കര വയ്ക്കാം. പോയിട്ട് നാളെ വരെ വീട്ടിൽ പോയി കണക്ക് ട്രൈ ചെയ്യുന്ന 50 രൂപയുടെ ഒരു നോട്ട് വെച്ചു. 50 രൂപയുടെ ഒരു നോട്ട് പറ്റില്ല അല്ലേ? ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 100 രൂപ ഇപ്പോൾ. ആൻസർ 100 രൂപ ആയിരുന്നു ഇല്ല അല്ലേ? ഓക്കെ, ലിവ് ഇറ്റ് വരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ വരും, കാണിച്ചു തരാം. എടുത്തോ, ഇതാ കേട്ടോ. നമുക്ക് 100 രൂപ ചേഞ്ച് വേണം. പക്ഷേ 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. 100 രൂപ ചേഞ്ച് വേണം, 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് സംഭവം ഒരു പൈസ അല്ലേ? ഇതുപോലത്തെ 10 പൈസ വേണം. മീൻസ് 10 സാധനം വേണം. ഓക്കെ, പറയും. 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. 10 രൂപ കോയിനായിട്ട് നോട്ടായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് 10 പൈസ വേണം. 100 രൂപ ചേഞ്ച് വേണം. 10 സംഖ്യ ആകുമ്പോൾ 10 സാധനം ആകുമ്പോൾ 100 രൂപ വേണം. മനസ്സിലായല്ലേ? അതിൽ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. 10 തന്നെ ആണോ? അതാണ് അതിലെ ആൻസർ ഇട്ടിട്ടുണ്ട്. 10 രൂപേന്റെ കോയിന് 10 രൂപ യൂസ് ആക്കാനേ പാടില്ല. നല്ല ഞാൻ 20 ആകുമ്പോൾ 5 എടുത്ത് കഴിഞ്ഞു 5 തന്നെ 15 ആക്കിയാലോ? 15. അത് 15 നോട്ടുണ്ടോ? 10 5 പത്തില്ല 5 ഉപയോഗിച്ചൂടെ? 5 ഉപയോഗിച്ചോ? 5 എത്ര ഉപയോഗിച്ചോ? 10 യൂസ് ചെയ്യാം. 20 5 ഉപയോഗിച്ചൂടെ? 20 4 3 23 യൂസ് ചെയ്തു. പിന്നെ 7 ഇടണ്ടേ? ബാക്കി 2 6 7 3 21 ആയി പോകൂല്ലേ? അറിയില്ല അല്ലേ? ഓക്കെ സാറല്ല. എൻ്റെ ഈ ആൻസർ നമ്മുടെ യൂട്യൂബ് ചാനൽ വരും. എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് 100 റുപ്പീസ്. ചെയ്തിട്ടുണ്ടോ? അപ്തർ വ്ളോഗ്സ് ഫസ്റ്റ് ടൈം കേൾക്കുന്നല്ലേ സാറിന്? എൻ്റെ ഇഷ്ടം പോലെ കേട്ടോടും. ഓക്കെ ചെയ്തിട്ടല്ലേ? ഓക്കെ, താങ്ക് യു. നമുക്ക് 100 രൂപ ചേഞ്ച് വേണം. 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ 10 പൈസ വേണം. 10 നോട്ടാ കോയിൻ എന്തോ സാധനം 10 ആയിരിക്കണം. ഓക്കെ, 10ന്റെ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. 10ൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. 10 രൂപ യൂസ് ചെയ്യാനും പാടില്ല. പറയും നമുക്ക് ചേഞ്ചാ 100 രൂപ ചേഞ്ചാ. 20ന്റെ 3 പിന്നെ 5ന്റെ 4 പിന്നെ എത്രയപ്പോ 80 പിന്നെ ബാക്കി 3 സാധനം യൂസ് ചെയ്യാം. What do you do? Tell me, brother. No idea. No idea. Okay, any Instagram or YouTube follow ചെയ്തനാ? കാണിക്ക്. ഷോ മി. ഞാൻ പറഞ്ഞു കിട്ടിയതല്ലേ നീ? അപ്പുറം ചർച്ച ചെയ്തല്ലേ? സത്യം പറ സാറോടെ കാസർഗോഡ് എനിക്ക് തോന്നിയിനി ആ നോട്ടാണ് തോന്നിയിനി. അപ്പൊ 100 റുപ്പീസ്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മുടെ യൂട്യൂബ് ചാനൽ വരും, നോക്കണം കേട്ടോ. ഓക്കെ, സെറ്റ്. ബുദ്ധിയിലേക്ക് സാറില്ല, പോട്ട്. ഓക്കെ, നമുക്ക് 100 രൂപ ചേഞ്ച് വേണം. 10 സാധനം വേണം. പക്ഷെ 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? 100 രൂപ ചേഞ്ച് വേണം. 10 നോട്ടാണ് 100 രൂപ. അതുപോലെ 10 സാധനം വേണം. പക്ഷെ 10 രൂപയിൽ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതിൽ 10ന് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ജനറൽ നോളേജ് ഒന്നുമില്ല. ഇന്ന് ജനറൽ നോളജ് ഇല്ല, ഇന്ന് സാധനം പിടിക്കും. കുറച്ച് മാത്സ് പിടിക്കും. ചിന്തിക്കാ നീ വീട്ടിലെ മൂഞ്ചൽ അല്ലെങ്കിൽ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്നുകൂടി. 100 രൂപ ഉണ്ട്. 10 നോട്ടാ 100 അല്ലേ? അതുപോലെ 10 സാധനം വേണം. 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ?
യൂസ് ചെയ്യണ്ടല്ലോ. 100 റുപ്യ ചില്ലറ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങ് ചേഞ്ച് വേണോ? ചേഞ്ച് വേണം. അങ്ങ് ചേഞ്ച് വേണം. 100 റുപ്യ ചേഞ്ച് വേണം. ക്വസ്റ്റ്യൻ വിളിച്ച് ചോദിപ്പിച്ച നീ എന്നെ അല്ലേ? അല്ലേ? അറിയില്ല ഇല്ലല്ലേ? നമ്മൾ യൂട്യൂബ് ചാനൽ വരും, നോക്കണം കേട്ടോ. സെറ്റ് അവിടെ നോക്കിയിട്ട് കരിയണം. ഓക്കെ, ഇതായിരുന്നു വെച്ചിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ റെഡി? ആ, നമുക്ക് 100 ചേഞ്ച് വേണം. പക്ഷെ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പക്ഷെ 10 സാധനം വേണം. 10ന്റെ 10 നോട്ടാ 100. അതുപോലെ 10 സാധനം വേണം. പക്ഷെ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. 10 റുപ്യ യൂസ് ചെയ്യാൻ പാടില്ലേ? ഓക്കെ, മനസ്സിലായല്ലേ? നിങ്ങൾ സ്ഥലം എവിടെ? ഹലോ, ആയിക്കോട്ടല്ലേ? 10 സാധനം നമുക്ക് ചേഞ്ച് ആവേണ്ടത്. നീ സാധനം വാങ്ങണമെന്ന് വേണ്ട. ഒരു സാധനം വാങ്ങിത്തില്ല. നീ ആൻസർ പറയും. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയോ? 100 റുപ്യൊക്കെ ചേഞ്ച് വേണം. 10 യൂസ് ചെയ്യരുത്. 10 സാധനം വേണം. 10 പൈസ വേണം. മനസ്സിലായോ? 10 നോട്ട് വേണം. മനസ്സിലായോ? കോയിനെ നോട്ട് എന്തായിട്ട്, പക്ഷെ 10 ആയാൽ മതി. 9.1 രൂപ. 10 കൂടുതൽ നമ്മൾ കുറയാൻ പാടില്ല. 9.1 രൂപന്റെ 10 സാധനം മേടിച്ചാൽ പോരെ? നമുക്ക് ചേഞ്ച് വേണ്ടതാണ്. നീ എന്ത് ചിന്തിച്ചോ? 10നുള്ളിൽ 100 ഇടണം. മനസ്സിലായോ? ഇതാണ് ക്ലൂ. ജസ്റ്റ് 10 സാധനം ഉള്ളൂ. 5 നീ എത്ര യൂസ് ചെയ്തോ? 50 2 നോട്ട്. 2 നോട്ടാകുമ്പോൾ 100. അപ്പൊ ബാക്കി 8 കൊണ്ടുവരും. 1 രൂപന്റെ 10 സാധനം മേടിച്ചാൽ പൊട്ടത്തി സാധനം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആന്ന് വേണ്ടേ? ചേഞ്ച് 10 ചേഞ്ച് ആക്കണം. 10ന്റെ 5 നോട്ട് 10 യൂസ് ചെയ്യാൻ പാടില്ല. 20ന്റെ 2 നോട്ട്. 20ന്റെ 2 നോട്ട്. 20ന്റെ വേറെ 2 നോട്ട്. അപ്പൊ 4 നോട്ടായി. ഓക്കെ, 4 നോട്ടായി. അപ്പൊ 80. ബാക്കി ചില്ലറ എല്ലാം പറ്റും. പൈസ ഏതോ 10 രൂപ ആകാൻ പാടില്ല. മനസ്സിലായോ? 10 രൂപ യൂസ് ചെയ്യാൻ പാടില്ല. പൈസ ഏതോ 5ന്റെ 2 ആണോ? 5ന്റെ 2 ആണോ? 20 നീ തെറ്റിക്കല്ല. അവള് കണക്കൂട്ടും തെറ്റിക്കല്ല. 5ന്റെ 2 ആണോ? 10ന്റെ 1 2 ഇങ്ങോട്ട് വാ. 20 40 60 90. കേൾക്കുന്നില്ല. അതുകൊണ്ട് ഒരു 20. 10 യൂസ് ചെയ്യാൻ പാടില്ല പറഞ്ഞാ നീ. 5ന്റെ 2 ആണോ? 5ന്റെ 2 കുറേ സമയം കൂട്ടി. 5ന്റെ 4. 5ന്റെ 4 കൂട്ടിക്കോ. 20 പിന്നെ 20. 60. 5 നോട്ടായി. 5 സാധനമായി. 2 20ന്റെ നോട്ട്. 2 20 നോട്ട്. ഒരു പേപ്പർ മേലെ 10 സംഖ്യ യൂസ് ചെയ്യാൻ പാടില്ല. തോറ്റാ സുല്ല് പറഞ്ഞിട്ട് പോ. യൂട്യൂബിലുള്ള സാധനം നിങ്ങൾ മാത്രം കുറേ ആൾ സാധനം പറക്കിയിട്ടുള്ളതാണ്. മനസ്സിലായോ? നിനക്ക് ബുദ്ധിയിൽ നമുക്കറിയാം. ഓൾക്ക് പോയി ബുദ്ധിയിൽ ചേരും. വേമ്പാ. ഓള് പറഞ്ഞ് കേട്ടെന്ന് പറഞ്ഞ 4 20ന്റെ നോട്ട്. അവർ 5 രൂപ. കൊടുത്തേ. അപ്പൊ 900 ആവും. 100 ആയില്ല. അപ്പൊ 100 ആയില്ല. പക്ഷെ 10 സാധനമായി. 10 സാധനമായി അവിടെ. 30. അപ്പൊ എത്ര 70 എത്ര സാധനമായി? കഴിഞ്ഞില്ല. ഒരു 20ന്റെ ഇതും കൂടെ. 3 രൂപ നോട്ട്, 6 5 നോട്ട്. അപ്പൊ എത്ര എണ്ണായി? നിങ്ങൾ തോറ്റിട്ടോ. നിങ്ങൾക്ക് അറിയില്ല. ഇനി ആൻസർ യൂട്യൂബ് ചാനൽ വരും. ഇട്ട് നോക്കോ. ഓക്കെ, സെറ്റ് അല്ലേ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 റുപ്പീസ് വെച്ച് തരും. അറിയാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, വെരി ഗുഡ്. യൂട്യൂബ് ചെയ്തിട്ടുണ്ടാവും. 2 കൂട്ടുണ്ട് ഐഡി കേട്ടോ. അത് 100 റുപ്പക്ക് ചേഞ്ച് വേണം. 10 നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. 10ന് 10 നോട്ടാണ് 100 അല്ലേ? അതൊരു 10 സാധനം വേണം. 10 നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ചേഞ്ച് ഒന്നോ യൂസ് ചെയ്യാൻ പാടില്ല. 50 രണ്ടല്ലോ. നമുക്ക് 10 സാധനം വേണം. 10 സാധനം വേണം. 20ന്റെ എന്തോ എടുത്തോ. പക്ഷെ 10 സാധനം വേണം. 10 സാധനം വേണം. 10 നോട്ട് വേണം. 10 നോട്ട് വേണം. 10 നോട്ട് 10 പൈസ വേണം. മനസ്സിലായോ? 10 പൈസയോ? മീൻസ് പൈസ. ഇതൊരു പൈസ അല്ലേ? ചിന്തിക്ക്. ഫസ്റ്റ് മാറ്റാൻ പറ്റുമോ? ഇല്ല.
ആൻസർ അറിയില്ലാണ്ട് ഡ്രോപ്പ് ചെയ്ത് പോകും, നോ പ്രോബ്ലം. ടെൻഷൻ അടിക്കണ്ടല്ലോ. ബുദ്ധിനെ മനസ്സിലായി നിങ്ങൾക്ക്. അങ്ങനെ അറിയരുത്. ഇപ്പൊ പറഞ്ഞുതരാം. ആ ഇത് പറഞ്ഞ ഇന്ന് പറഞ്ഞോ അല്ലെങ്കിൽ 10 നോട്ട് വേണമല്ലേ? യെസ് 10 സാധനം വേണം. കുസൃതി ചോദ്യമാണോ? കുസൃതി അല്ല, ഇത് മാത്സ് പോലെ, പക്ഷെ കുസൃതി പോലെയാണ്. ചിന്തിച്ചായി സാധനത്തിന് ആൻസർ ഇടുന്ന പ്രോപ്പർ ആൻസർ ഉണ്ട് സാധനത്തിന്. മനസ്സിലായോ? പറഞ്ഞു. കുസൃതി പോലെ 10 സാധനം വേണം. ചോദിക്കല്ലേ? ഇനിയിപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 റുപ്പീസ്. ചെറിയ യൂട്യൂബ് ഇല്ല അല്ലേ? താങ്ക് യു. പിന്നെ ആൻസർ വീഡിയോ ചാനലിട്ട് നോക്കണം കേട്ടോ. ഓക്കെ സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എങ്ങനെ സെറ്റ് അല്ലേ? പവർ അല്ലേ? ഒരു കുഞ്ഞ് ആൻസർ ഇട്ടാൽ നല്ല ടാസ്ക് ആയിരുന്നു. ഇതിന് ആൻസർ ഇങ്ങനെ അറിയണം. ഞാൻ കമന്റ് ബോക്സിൽ പിന്നെ കേൾക്കാം. അധികം 4.20 നോട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കേട്ടോ. 4.20 നോട്ട്, 3.5 നോട്ട്, 2.2 കോയിന്, ഒരു ₹1 കോയിന്, മീൻസ് 3.5 കോയിന്. ലീവ് ഇറ്റ്. അതാണ് ആൻസർ. നിങ്ങൾ കണക്കൂട്ടി നോക്ക്. കേട്ടല്ലേ? മണ്ടന്മാരെ ആർക്കും കിട്ടാന്ന്. ഓ ഗൈസ്, ടാറ്റാ.